ഈ നിൽക്കുന്ന കൊച്ചു മിടുക്കനെ കണ്ടോ? 6-ാം വയസ്സിൽ 6ഓളം സ്റ്റേജുകൾ പിന്നിട്ട് നമ്മുടെ കൊല്ലം നാട്ടിലെ കുഞ്ഞു ശിവമണി 6ഓളം വാദ്യോപകരണങ്ങൾ വായിക്കും അല്ലേ? എന്താ മോന്റെ പേര്? ത്രയംബക് കണ്ണൻ. ത്രയംബക് കണ്ണൻ. എന്തൊക്കെ ഉപകരണങ്ങളാണ് മോൻ വായിക്കുന്നത്? കീബോർഡ്, ചെണ്ട, ക്ലാപ്പ് ബോക്സ്, പിയാനോ. പിയാനോ ഇനിയുണ്ടല്ലോ. പിന്നെ ജിപ്സി. ജിപ്സി. പിന്നെ ഡ്രംസ്. ഡ്രംസ്. മൊത്തത്തിൽ ഒരു 6 വായിക്കും. തബല പടയിലുണ്ട്. ഇതെല്ലാം കൂടെ പഠിക്കാനുള്ള സമയം ഹാർമോണിയം. ഹാർമോണിയം വായിക്കാറുണ്ട്. ഇതെല്ലാം കൂടെ പഠിക്കാനുള്ള സമയം ഉണ്ടോ? ഉണ്ട്. പിന്നെ തുടി. എത്രല്ല പഠിക്കുന്നേ? UKG ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാവാൻ പോകുക. എവിടാ പഠിക്കുന്നേ? ഏത് സ്കൂളിലാ പഠിക്കുന്നേ? ദേവമാതാ കോൺവെന്റ് സ്കൂൾ. ത്രയംബക് കണ്ണന്റെ അമ്മ. മോളെ നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം ഇപ്പൊ ആളുടെ പ്രോഗ്രാംസ് ഒക്കെ ആയിട്ട് ബിസി ആയിട്ട് ഇങ്ങനെ പോകുന്നു. എത്രാം വയസ്സോട്ടെ ത്രയംബക് ഇതൊക്കെ വായിക്കാൻ ഒരു കഴിവുണ്ട് അല്ലെങ്കിൽ ഒരു താല്പര്യം ഉണ്ടെന്ന് മനസ്സിലാക്കുന്നത്? അത് 1.5 വയസ്സ് തൊട്ട് ആള് ചെണ്ട കൊട്ടി തുടങ്ങിയത്. ചെണ്ട എന്ന് വെച്ചാൽ നമ്മൾ പാട്ട് പാടി കൊടുക്കുമ്പോൾ താളത്തിൽ തന്നെ കൊട്ടിത്തരുമായിരുന്നു. കുറച്ച് ഒരു 3 വയസ്സൊക്കെ ആയപ്പോൾ ആൾ ഇതിനെ അങ്ങ് നിർത്തി വെച്ചു. പിന്നെ ഒരു 4.5 വയസ്സിൽ വീണ്ടും കീബോർഡ്, ഒരു ടോയ് കീബോർഡിനകത്താണ് വീണ്ടും പാട്ട് തനിയെ റൈംസ് ഒക്കെ വായിച്ചു തുടങ്ങിയത്. തനിയെ പഠിക്കാണ്ട് തന്നെ 3.5 വയസ്സിൽ തുടങ്ങി. അതെ. പഠിക്കാതെ തന്നെ KGF-ലെ BG ഒക്കെ തനിയെ ആള് കണ്ടുപിടിച്ച് വായിക്കുക. അങ്ങനെ തുടങ്ങിയപ്പോഴാണ് പിന്നെ നമ്മള് 4.5 വയസ്സിൽ കീബോർഡിന്റെ ക്ലാസ്സിന് കൊണ്ടുപോയി ചേർത്തത്. പിന്നീട് ആൾക്ക് 1.5 വയസ്സിലുള്ള ആ കൊട്ടിനോടുള്ള താല്പര്യം വീണ്ടും പുറത്തു വന്നു. അങ്ങനെ ഡ്രംസിലോട്ട് കേറിയിട്ട് ഇപ്പൊ ഒരു 7 മാസം ആവുന്നു. 7 മാസം. ഇപ്പൊ ഏതൊക്കെ ഇൻസ്ട്രുമെന്റ് പഠിക്കുന്നത്? കീബോർഡും ഡ്രംസും ആണ്. പക്ഷെ കഹോൺ ആള് വായിക്കും. പിന്നെ കഹോണൊന്നും പഠിച്ചിട്ടുള്ളതല്ല? അല്ലല്ല, പഠിച്ചിട്ടില്ല. ഹാർമോണിയം ആള് പാട്ട് വായിക്കാറുണ്ട്. അതിലും ഹാർമോണിയം പഠിച്ചിട്ടില്ല. അത് ആള് അഡ്ജസ്റ്റ് അത് ഹാൻഡിൽ ചെയ്യാൻ ആൾക്ക് അറിയാം. ജൂനിയർ ശിവമണി അല്ലേ ഇവൻ? അടുത്ത വരും തലമുറയിൽ AR റഹ്മാൻ തന്നെ ആയിരിക്കും അല്ലേ? 7 വയസ്സാവാതെ ഡ്രംസിന്റെ ഇത് പഠിപ്പിക്കാറില്ല സാറ്. അപ്പൊ സാറിന് ഒരു ഉറപ്പില്ലായിരുന്നു ഇങ്ങനെ അതിന് നൊട്ടേഷൻസ് ഒക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് സാർ ആദ്യം ഏറ്റില്ല. പിന്നെ ജസ്റ്റ് നമ്മൾ ആദ്യമായിട്ട് കൊണ്ടുപോയി നോക്കിയപ്പോ സാറ് തന്നെ ആകെ വണ്ടറായി പോയി. അങ്ങനാണ് ഇപ്പൊ സാറിന്റെ ഏറ്റവും ഫേവറേറ്റ് സ്റ്റുഡൻസിൽ ഒരാളാണിത്. നമുക്ക് എന്തായാലും മോന്റെ ആ ഒരു കലാ ബിരുദ് നമുക്ക് നമ്മുടെ പ്രേക്ഷകരെ കൂടെ ഒന്ന് കാണിച്ചാലോ? വരുമ്പോരം ചാഞ്ചാടും
ത്രയംബകന്റെ വിശേഷങ്ങൾ പറയാനാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു എപ്പിസോഡ് കൊണ്ട് തീരത്തില്ലല്ലേ? തീരത്തില്ല. അതിലും മാത്രം ഉണ്ട് കേട്ടോ. വളർന്നു വരുന്ന ശിവമണിയാണ്, ഇനി പിടിച്ചാൽ കിട്ടത്തില്ല. എന്തായാലും എല്ലാവിധ ആശംസകളും എല്ലാ രീതിയിലും ഉയർന്നു വരട്ടെ, നമ്മുടെ നാട് ഒന്നടങ്കം അറിയപ്പെടട്ടെ. ത്രയംബകേ, ഒരു ബൈ പറഞ്ഞേരെ.